നോക്കുന്നതായിരിക്കും വരാതിരിക്കുന്നതായിരിക്കും നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. സോ without much more delay, let me start. എൻ്റെ മലയാളം അത്രയും ഇതില്ലാത്തതുകൊണ്ട് I will be switching between Malayalam and English. I hope that is not a problem. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ you can ask me in Malayalam also. Okay. Now, ഹൃദയാഘാതം or heart attack is still the number one killer in the world. ഇപ്പൊ നമ്മൾ നോക്കുന്ന ഇപ്പോൾ ഈ സ്ലൈഡിൽ ബാക്കി എല്ലാ കോസസ് ഓഫ് ഡിസീസ് ഉണ്ട്. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇൻഫെക്ഷൻസ്, ഇഞ്ചുറീസ്, ക്യാൻസർ, അതിൻ്റെയൊക്കെ ഒരു നോക്കുമ്പോൾ യു സീ ദ നമ്പർ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് ഹാർട്ട് ഡിസീസ് കൊണ്ട് ഉണ്ടാകുന്ന ഡെത്ത്സ്. സോ ദിസ് ഒരു 72% ഓഫ് വേൾഡ് ഡെത്ത്സ് ആർ കോസ്ഡ് ബൈ ഹാർട്ട് ഡിസീസ്. സോ ദാറ്റ് ഇസ് ഹൗ ദിസ് സീരിയസ് ദിസ് പ്രോബ്ലം ഇസ്. നമ്മൾ ഒരിക്കലും ഇത്രയും സീരിയസ് ആണ് നമ്മൾ വിചാരിക്കും ക്യാൻസർ, അതർ തിങ്സ്, ബട്ട് നോ, ദിസ് ഇസ് ദ മെജോറിറ്റി കില്ലർ. നൗ ഇത് എന്തുകൊണ്ടായത് ഇപ്പോ നമ്മൾ മനുഷ്യര് നേരത്തെ കേവ്സിനകത്ത് താമസിച്ചുകൊണ്ടിരുന്ന സമയത്തും ആ സമയം തൊട്ടും പിന്നെ ഒരുമിച്ച് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയ സമയത്തും ഡിസീസ് പാറ്റേൺസ് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നേരത്തെയൊക്കെ നമ്മൾ മാൽന്യൂട്രീഷൻ റിലേറ്റഡ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത്രയും കാണാനൊക്കത്തില്ല. പക്ഷെ ചില രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ സബ് സഹാറൻ ആഫ്രിക്ക, യമൻ, ഇപ്പൊ ഇതുള്ള സ്ഥലത്തൊക്കെ യു ക്യാൻ സ്റ്റിൽ ഫൈൻഡ് മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ഡിസീസസ്. എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കാലറി മാൽന്യൂട്രീഷൻ, വിറ്റമിൻ ഡെഫിഷ്യൻസി. അപ്പോൾ അതൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ ആൾക്കാർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങും, കമ്മ്യൂണിറ്റി ലിവിങ് തുടങ്ങുമ്പോഴാണ് the next stage of disease, what we call communicable disease. അതിന്റെ ഇപ്പോൾ ഒരു പരമ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഉണ്ടായ കോവിഡ്, ഫോർ എക്സാമ്പിൾ. ഇറ്റ്സ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ആൾക്കാർ അടുപ്പിച്ചടുപ്പിച്ച് താമസിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട്, മിങ്കിൾ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഡിസീസസ്. Now the third stage is what we call disease of evolution, or what we call non-communicable diseases. അതിൽ ഉള്ളതാണ് ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, ഒബേസിറ്റി, cancer, stroke, etc. One of the reasons for that is the example given below. നേരത്തെ ഉള്ള ടിവിയുടെ വലിപ്പവും ആളിന്റെ വലിപ്പവും ഇപ്പൊ നേരെ തിരിച്ച് 2000-ലുള്ള ടിവിയുടെ വലിപ്പവും ആളിന്റെ വലിപ്പവും. So what is one of the reasons? അത് മാത്രം കാരണമല്ല, but that is a principal cause that നമുക്ക് ഒത്തിരി ഇപ്പോ ഫുഡിന് കുറവില്ല, ആക്ടിവിറ്റി കുറഞ്ഞു, അതനുസരിച്ച് നമ്മുടെ ആക്ടിവിറ്റി കൂടിയിട്ടില്ല. സോ ഒബേസിറ്റി ആൻഡ് അതർ ഡിസീസസ് ആർ കമ്മിങ് അപ്പ്. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ഡീജനറേറ്റീവ് ഡിസീസസ്. അപ്പോൾ മനുഷ്യന്റെ ആയുസ് കൂടുന്നതനുസരിച്ച് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജ് വി റീച്ച് ഡീജനറേറ്റീവ് ഡിസീസസ്. പ്രായം കൂടുമ്പോൾ ആൽസീമേഴ്സ്, ഡിമെൻഷ്യ, എക്സെട്ര. സോ ഇതാണ് വാട്ട് വി കോൾ കണ്ടിന്യൂയം ഓഫ് ഡിസീസ്. ചില രാജ്യങ്ങളിൽ ഈ എല്ലാ കണ്ടിന്യൂവും ഒരുമിച്ച് കാണാൻ നോക്കും. ഇന്ത്യ ഫോർ എക്സാമ്പിൾ ചില ഏരിയയിൽ, കേരളത്തിൽ കാണാനൊക്കെ ഇല്ല പ്രോട്ടീൻ കാലറി മാൽന്യൂട്രീഷൻ, ക്വാഷിയോർക്കർ, മാരാസ്മിൻ, ഞങ്ങളൊക്കെ ബുക്കിൽ വായിച്ചിട്ടേ. ബട്ട് സ്റ്റിൽ ഇൻ സം റീജിയൻസ് ഓഫ് ഇന്ത്യ യു ക്യാൻ സ്റ്റിൽ സീ ദാറ്റ്. ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇസ് വെരി കോമൺ. കേരളത്തിൽ പോലും, ഇൻ സ്പൈറ്റ് ഓഫ് കേരള ബീങ് വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ്, മെഡിക്കലി അഡ്വാൻസ്ഡ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, കേരളത്തിൽ പോലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇസ് വെരി റാംപന്റ്. ഓരോ പ്രാവശ്യം വരുമ്പം സീക്ക, all those diseases, chikungunya, everything, you could all name it. So pinne undaകുന്നത് diabetes, hypertension, obesity. Adilum Kerala is one of the leaders in India. So we have practically 2 of the 3 spectrums. And prayulla alkalle dementia, Alzheimer's ippol India Keralathilum കാണാൻ. So we have the entire spectrum of disease from all the stages. So we will now focus on only one major problem, cardiac disease. ഈ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നതിൽ കുറെ സാധനങ്ങളുണ്ട്. 1 coronary artery disease, പിന്നെ ഹൈപ്പർ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഹാർട്ട് ഡിസീസ്, പിന്നെ വാൽവ് കാരണം ഉണ്ടാകുന്ന ഹാർട്ട് ഡിസീസ്, പിന്നെ ഹാർട്ട് ഫെയിലിയർ. നമ്മളിപ്പോ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ദ മെയിൻ കില്ലർ, കൊറോണറി ആർട്ടറി ഡിസീസ്. ഇതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുകയും ചെയ്യുന്നത്. സോ വി വിൽ ഫോക്കസ് ഓൺ ദാറ്റ്. Now the question is, will I get it? Now ഹാർട്ട് ഡിസീസ് എപ്പോഴും നമ്മൾ റിസ്ക് അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ റിസ്കിൽ 2 വിധം റിസ്ക് ഉണ്ട്. ഒന്ന് മാറ്റാൻ ഒക്കൂലാത്ത റിസ്ക്.
പ്രായം, പിന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ, പിന്നെ ഫാമിലി ഹിസ്റ്ററി. ഇതൊന്നും നമുക്ക് മാറ്റാൻ ഒക്കത്തില്ല. പിന്നെ മാറ്റാൻ ഒക്കുന്നത് ഓർ കൺട്രോൾ ചെയ്യാൻ ഒക്കുന്നത് സ്മോക്കിംഗ്, വെയിറ്റ്, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിസ്, സ്ട്രെസ്, ലാക്ക് ഓഫ് എക്സസൈസ്. അപ്പോൾ ഇതിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകണോ എന്ന് തീരുമാനം, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, ബട്ട് യുവർ റിസ്ക് ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് അറ്റാക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ കൂടും, രണ്ടാണെങ്കിൽ അതിന്റെ ഡബിൾ അല്ല, മോർ ദാൻ ഡബിൾ ആകും. സോ ദ മോർ നമ്പർ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, യുവർ റിസ്ക് ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് ഡിസീസ് ഇസ് ഹയർ. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഈ ഹാർട്ടിന്റെ പുറത്ത് രണ്ട് ചെറിയ രക്തക്കുഴലുണ്ട്, കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഇത് വലിയ രക്തക്കുഴലൊന്നും അല്ല, 4 മില്ലിമീറ്റർ അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്ന പിക്ചർ, ദിസ് പിക്ചർ ഹിയർ ഓൺ ദ ലെഫ്റ്റ്, ഇതാണ് ഒരു നോർമൽ കൊറോണറി ആർട്ടറി. ഇത് ശരിക്കുള്ള മരിച്ച ആൾക്കാരിൽ നിന്ന് എടുത്ത സ്ലൈഡ്സ് പിക്ചർ ഇതാണ്. സോ ദിസ് ഇസ് എ നോർമൽ കൊറോണറി ആർട്ടറി. നമുക്കൊരു 20 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ ആർട്ടറി ഇതുപോലെ ഇരിക്കും. ഈ നടുക്കലത്തെ കാണുന്ന പിക്ചർ ഈസ് ഏർലി കൊറോണറി ആർട്ടറിയോസ്ക്ലെറോസിസ്. ഇത് ഒരു 30 വയസ്സാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ഡയബറ്റീസ് വേണമെന്നില്ല, ഹൈപ്പർ ടെൻഷൻ വേണമെന്നില്ല, സ്മോക്കിംഗ് വേണമെന്നില്ല. ഇത് നമ്മുടെ പ്രായമാകുന്നതിന്റെ ഒരു ഭാഗം പോലെയാണ്, നമ്മുടെ മുടി നരയ്ക്കുന്നതിന്റെ ഇതുപോലെ. ഇറ്റ് ഇസ് എ നോർമൽ ഏജിങ് പ്രോസസ്. നമ്മുടെ ആർട്ടറിക്ക് അകത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉദ്ദേശിക്കും ഇതിനകത്താണ്. ഇതിനകത്തല്ല കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. ഈ വാൾ എന്ന് പറഞ്ഞ സാധനത്തിനകത്താണ് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത്. ഇതിന്ന് ഈ സ്റ്റേജ് വരെ എത്താം, നിങ്ങളൊന്നും അറിയത്തേയില്ല. നെഞ്ചുവേദന ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കും. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രക്തക്കുഴൽ ഇലാസ്റ്റിക് പോലെ സാധനമാണ്. നമ്മൾ നടക്കുകയോ എക്സസൈസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വികസിക്കുമ്പോൾ ഈ കാണുന്നത് ഇതിനകത്തൊരു 70% എങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് കുറയും, ഇതിന്റെ ഈ വലിപ്പത്തിലാവും. എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ വികസിക്കുന്നുണ്ട്, അല്ലാതെ ഈ ബ്ലോക്ക് കുറയുന്നതുകൊണ്ടൊന്നുമല്ല. പ്രായം കൂടുന്നതനുസരിച്ച് ഈ രക്തക്കുഴൽ വികസിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ടാണ് പ്രായമാകുമ്പോൾ കുറച്ച് ഹാർട്ട് അറ്റാക്സിന് റിസ്ക് കൂടുന്നത്. പക്ഷെ ഈ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും ഒരു 40-45 ഇയേഴ്സിലാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഈ ബ്ലോക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതേപോലെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന എല്ലാ ബ്ലോക്കും വലിയ കൂടിയ ബ്ലോക്ക് കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. 40% ബ്ലോക്ക് കൊണ്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അപ്പോൾ ഇതാണ് അതിന്റെ ടൈം ലൈൻ എന്ന് പറയുന്നത്. സോ 10 to 20 years, 30 years, ബൈ 40 years യു സി നമുക്ക് എല്ലാവർക്കും ഈ ലെവൽ ഉണ്ടാവും. പിന്നെ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇതെന്തുവാ? ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ഇതിൽ ഇവിടെ റപ്ചർ ആവും. ഈ പ്ലാക്ക് എന്ന് പറയുന്ന സാധനം, ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാക്ക് എന്ന് പറയും അതിൽ മെഡിക്കൽ ടെർമിനോളജിയിൽ. ഈ പ്ലാക്ക് എന്ന് പറയുന്ന സാധനത്തിന്റെ കവറിങ് റപ്ചർ ആകുന്നുണ്ട്. അതിന്റെ പുറത്ത് ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട് ഫോം ആവും. ഈ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് ഇസ് എൻ അക്യൂട്ട് ഇവന്റ്. അത് 10-20 വർഷം ഉണ്ടാകുന്ന ഒരു പ്രോസസ്സിന്റെ അവസാനത്തെ ഇവന്റ് ആണ് ഹാർട്ട് അറ്റാക്ക്. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവരും എനിക്ക് നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നല്ല, നിങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ വേദന ഉണ്ടാകത്തുള്ളൂ, അപ്പോഴേ നിങ്ങൾ അറിയത്തുള്ളൂ. പക്ഷെ ഈ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം അതിന് മുമ്പേ തന്നെ ഉണ്ട്. ഈ ലെഫ്റ്റിൽ കാണുന്ന, മുകളിൽ കാണുന്നതാണ് നമ്മൾ ആൻജിയോയിൽ കാണുന്ന ഈ പിക്ചർ. ബ്ലോക്സ് ഉണ്ടാകുന്നത്, ഇവിടെ ഒരു ബ്ലോക്ക്, ഇപ്പുറത്തെ ഒരു ബ്ലോക്ക്. സോ ദിസ് ഇസ് മൾട്ടിപ്പിൾ ലെവൽസിൽ ഇങ്ങനെ ഉണ്ടാകാം. നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റെന്റ് എന്ന് പറഞ്ഞ സാധനം, ഈ ഇങ്ങനത്തെ ഒരു വയർ ആദ്യം അകത്ത് ആ ബ്ലോക്കിന് അപ്പുറം ഇട്ടിട്ട് ബലൂൺ ഇട്ട് ഇത് ചെയ്തിട്ട് ഒരു സ്റ്റെന്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റൽ സ്കാഫോൾഡിങ് പോലത്തെ ഒരു സാധനമാണ്. ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നോക്കും, നമ്മൾ കൊളസ്ട്രോൾ നീക്കിയിട്ടൊന്നുമില്ല, ആ കൊളസ്ട്രോൾ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഒരു സൈഡിലോട്ട് അതിനെ ഒതുക്കി തള്ളിയിട്ടേ ഉള്ളൂ. അപ്പോ ഇത് നിങ്ങൾ സ്റ്റെന്റ് ചെയ്തുകൊണ്ട് എൻ്റെ ആർട്ടറി എല്ലാം തിരിച്ച് നോർമലായി, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് ചില പേഷ്യന്റ് ക്ലീൻ ചെയ്തു. നമ്മൾ ക്ലീൻ ഒന്നും ചെയ്യാറില്ല. അതിന് ഹൈ പ്രഷർ ബലൂൺ ഇട്ട് അതിന് സ്റ്റെന്റ് വെച്ച് ഓപ്പൺ ചെയ്ത് ഈ രക്തക്കുഴൽ തിരിച്ച് കൊളാപ്സ് ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്, അല്ലാതെ അത് കൊളസ്ട്രോൾ ക്ലീനിങ്ങോ ഒന്നുമല്ല. സോ ഇതും ചെയ്താൽ പോലും നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് മോഡിഫൈ ചെയ്തില്ലെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന പോലെ ഇനി ഒരു സ്ഥലത്ത് പിന്നെയും ഉണ്ടാകാം. അപ്പോൾ അതും യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാ എനിക്കുണ്ടായത്? എനിക്ക് ഹൗ ലോങ് ലെറ്റ് മീ ടേക്ക് ടു ഗെറ്റ് ബെറ്റർ? എനിക്ക് ഈ ജോലി ചെയ്യാൻ നോക്കുമോ? ഇത് എനിക്ക് നെഞ്ചുവേദന പോലെ വരുന്നുണ്ട്, മുതുവേദന വരുന്നുണ്ട്, അത് ഇതിന്റെ ആണോ?
സോ ഓൾ ഫ്യൂച്ചറിൽ എന്താകും, അതൊക്കെയാണ് നോർമൽ ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ വിൽ യു ഗെറ്റ് ഇറ്റ് എന്നുള്ളത് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ റിസ്ക് ഫാക്ടേഴ്സ്. നമ്മൾ എത്ര റിസ്ക് ഫാക്ടർ കൂടുന്നു അത്രയും നമ്മുടെ റിസ്ക് ഫാക്ടർ ഓഫ് ഗെറ്റിംഗ് എ ഹാർട്ട് പ്രോബ്ലം ഇസ് ദെയർ. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ബട്ട് റിസ്ക് ഇസ് ദെയർ. എന്നാൽ ചില ആൾക്കാരൊന്നും ചോദിക്കാറുണ്ട്, എന്റെ ഫ്രണ്ട് സ്മോക്ക് ചെയ്യും, അവന് ഡയബറ്റിസ് ഉണ്ട്, പക്ഷെ അവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടല്ലോ, ഞാൻ ഇതൊന്നും ചെയ്യാതെ എനിക്ക് എങ്ങനെ വന്നു? സോ ഇറ്റ് ഇസ് റിസ്ക് ഇസ് റിസ്ക്. നമുക്ക് എല്ലാവർക്കും റിസ്ക് ഉണ്ട്, ആർക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതല്ല. The number one risk factor is smoking. So that we all know that nicotine and the chemicals that are associated with nicotine can cause block coronary obstruction. അപ്പോൾ നിക്കോട്ടിന്റെ ഹാബിറ്റ് പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് പറയാൻ സ്റ്റോപ്പ് സ്മോക്കിംഗ്. പക്ഷെ നിക്കോട്ടിൻ gram for gram is more addicting on the brain than cocaine. ഒരേ ഗ്രാം നിക്കോട്ടിനും ഒരേ ഗ്രാം കൊക്കൈനും എടുത്താൽ നിക്കോട്ടിന്റെ എഫക്ട് ഓൺ ദ ബ്രെയിൻ ഇസ് ഫാർ മോർ സുപ്പീരിയർ, അഡിക്റ്റിംഗ് പൊട്ടൻഷ്യൽ. അതുകൊണ്ടാണ്, പക്ഷെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയതുകൊണ്ട് നമ്മൾ അത് സ്വീകരിക്കുന്നുണ്ട് നിക്കോട്ടിനെ. പക്ഷെ നിർത്തുന്നത് സൈക്കോളജിക്കൽ അഡിക്ഷൻ ഉണ്ടാക്കാം, എസ്പെഷ്യലി ഇഫ് യു ആർ വെരി മച്ച് അഡിക്റ്റഡ് ടു നിക്കോട്ടിൻ. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ചില ആൾക്കാർക്ക് യു റിക്വയർ ഹെൽപ്പ് ഇൻ ദ ഫോം ഓഫ് മെഡിസിൻ, സൈക്കോതെറാപ്പി, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ ഞങ്ങൾക്ക് സഹായിക്കാൻ ഒക്കും. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരെയും നിർത്തുക പറഞ്ഞിട്ട് നിർത്താൻ ചില ആൾക്കാർക്ക് നിർത്താൻ ഒക്കും, ചില ആൾക്കാർക്ക് നിർത്താൻ സഹായം വേണ്ടി വരും, ചില ആൾക്കാർ സഹായിച്ചാലും നിർത്തത്തില്ല. അതുകൊണ്ട് ദാറ്റ് ഇസ് എ ഡിഫറെന്റ് സ്പെക്ട്രം. പിന്നെ രണ്ടാമത്തുള്ളത് ബ്ലഡ് പ്രഷർ. ഇപ്പൊ ബ്ലഡ് പ്രഷർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ ഇസ് ലെസ് ദാൻ 120/80. ഇപ്പൊ 120/80 to 140/90 നമ്മൾ നേരത്തെ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ ലേറ്റന്റ് ഹൈപ്പർ ടെൻസീവ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഭാവിയിൽ ഇങ്ങനെ ഹൈപ്പർ ടെൻസീവ് ആകാം. 140/90 കൂടുവാണെങ്കിൽ തീർച്ചയായിട്ടും യു ആർ ഹൈപ്പർ ടെൻസീവ്. മുകളിലത്തെ ആയാലും ശരി, താഴത്തെ ആയാലും ശരി. ഡയബറ്റിക്സിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ അസുഖത്തിന് ഹാർട്ട് അറ്റാക്കിന് സമമാണ്. നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ വി കൺസിഡർ യു ഈക്വൽ ടു ഓൾറെഡി ഹാവിംഗ് ഹാഡ് എ ഹാർട്ട് അറ്റാക്ക്. So you need to control diabetes very strictly. But diabetics, in fact, BP level is lower than that of a normal person. Diabetes ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിപിയുടെ ടാർഗറ്റ് 130/80 ഉള്ളൂ. ഡയബറ്റിസ് ഇല്ലെങ്കിൽ 140/90 വരെ പോകാനൊക്കും. പക്ഷെ ഡയബറ്റിക്സിന് 130/80 is your cut off. അതിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിച്ച് കുറയ്ക്കേണ്ടി വരും. പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഇല്ലയോ, എനിക്ക് ബി പി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ആശുപത്രിയിൽ വന്ന് വല്ലപ്പോഴും ഒരു ബി പി നോക്കിയാൽ അറിയത്തില്ല. മിക്കവാറും എനിക്ക് ബി പി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നൊന്ന് ബി പി നോക്കിയേ. അതുകൊണ്ട് ബി പി കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ബി പി കണ്ടുപിടിക്കാനുള്ള ബെസ്റ്റ് വഴി വീട്ടിലാണ്. ഇറ്റ്സ് കോൾഡ് ഹോം ബി പി മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ, വീട്ടില് നിങ്ങൾ യു ആർ അറ്റ് റെസ്റ്റ്. അതുകൊണ്ട് റെസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ യു വിൽ ബി റിലാക്സ്ഡ്. അതിൽ ചില റിക്വയർമെന്റ്സ് ഉണ്ട്. ഒന്ന്, യു ഷുഡ് ഹാവ് എ ഗുഡ് മെഷീൻ. FDA റെക്കമെൻഡ് ചെയ്തതിന് 2 മെഷീൻ, ഓംറോൺ 2ഉം ഓംറോൺ 5ഉം ആണ്. ഇപ്പൊ ഓംറോൺ 5ന്റെ ആവശ്യമില്ല. ഓംറോൺ 5 ഇസ് പ്രിറ്റി എക്സ്പെൻസീവ്. ഓംറോൺ 2 ഈസി ആയിട്ട് അവൈലബിൾ ആണ്. യൂസിങ് എ ഗുഡ് മെഷീൻ. The second thing is you have to rest for at least 10 to 15 minutes before you check your BP. നേരെ വെളിയിൽ നിന്ന് ഓടിക്കൊണ്ടുവന്നിട്ടോ ഇല്ല ടിവിയിലെ സീരിയൽ കണ്ടോ ഇല്ല വഴക്കുണ്ടാക്കിയിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് ഉടനെ വന്ന് ബി പി നോക്കിയാൽ തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. അതുകൊണ്ട് 10 to 15 minutes of strict rest. പിന്നെ ഒരേ കയ്യിൽ തന്നെ നോക്കണം, ഒരേ പൊസിഷനിൽ. ഇരിക്കുന്ന പൊസിഷൻ ആണെങ്കിൽ സിറ്റിംഗ്, കിടക്കുന്നതാണെങ്കിൽ അതേപോലെ, എല്ലാ പ്രാവശ്യം നോക്കുന്നത് അതേപോലെ ആയിരിക്കണം. ബി പിയുടെ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബി പി ഉള്ളത് രാവിലെയാണ്, വെൻ വി വേക്ക് അപ്പ് ഫ്രം സ്ലീപ്പ്. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ആ സമയത്താണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. സോ ഏറ്റവും ഹയസ്റ്റ് ബി പി ഇസ് വെൻ വി വേക്ക് അപ്പ്. പിന്നെ ഇത് ഞങ്ങൾ ഈ ഹോം ബി പി ചെയ്തതിന് ശേഷം അതിന്റെ റെക്കോർഡ് 2 ആഴ്ച നോക്കിയതിന് ശേഷം ആംബുലേറ്ററി ബി പി എന്ന് പറഞ്ഞ ഒരു മെഷീൻ കണക്ട് ചെയ്ത് വിടും. അത് 24 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തും ബി പി നോക്കിക്കൊണ്ടിരിക്കും. അത് വെച്ചിട്ട് ഈ ഹോം ബി പി മെഷർമെന്റും ആംബുലേറ്ററി ബി പി മെഷർമെന്റും വെച്ചാണ് നിങ്ങൾക്ക് ബി പി ഉണ്ടോ, മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വെയിറ്റ് റിഡക്ഷനും ഒക്കെ ഉണ്ടാവും. ഈ ബി പിയുടെ മെയിൻ ടാർഗറ്റ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഐ, കിഡ്നി, ഹാർട്ട് ആൻഡ് ബ്രെയിൻ.
ഈ 4 ഓർഗനിലാണ് ഡാമേജ് ഉണ്ടാകുന്നത്. സോ BP is again called a silent killer by itself. എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തലവേദന, എനിക്കറിയാം BP കൂടുമ്പോൾ തലവേദന ഉണ്ടാവും, ഇല്ല. BP കൂടുമ്പോൾ തലവേദന ഉണ്ടാകത്തില്ല, നിർബന്ധമേ ഇല്ല. ഒന്നുമില്ലാതെ തന്നെ സ്ട്രോക്ക് ആയിട്ട് തന്നെ ആദ്യം വരാം. അതുകൊണ്ട് സിംറ്റം വെച്ചിട്ട് എനിക്ക് BP ഉണ്ട് ഇല്ല എന്ന് പറയാനേ ഒക്കത്തില്ല. പിന്നെ ഞങ്ങള് ഈ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് BP ഉള്ള ആൾക്കാർക്ക് വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഏറ്റവും ആദ്യം കേൾക്കുന്നത്, ഇവക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി ഉപ്പിട്ട് ചോറ് തരാൻ പറ, അല്ലെങ്കിൽ കറി ഉണ്ടാക്കി തരാൻ പറ എന്ന് പറഞ്ഞാൽ they will switch from maximum salt to no salt. That is wrong. ഒരാൾക്ക് ജീവിക്കാൻ 3 to 5 grams of salt per day ആവശ്യമാണ്. നമ്മൾ പറയുന്നത് ഹിഡൻ salt that is in ketchup, in bakery items, അതിലൊക്കെ ഹിഡൻ സോൾട്ട് എന്ന് ഷുഗറും സോൾട്ടും രണ്ടും ആഡ് ചെയ്യും മാസ്ക് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനത്തെ പ്രിസർവ്ഡ് ഫുഡ്, ക്യാനിൽ വരുന്ന എല്ലാം, ഇതെല്ലാം ഹൈ ഇൻ സോൾട്ട് കണ്ടന്റ്. ഇതിനൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ പിക്കിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താൽ മതി. പക്ഷെ രുചിക്ക് യൂസ് ചെയ്യുന്ന ഉപ്പ് യു ക്യാൻ ഓൾവേസ് യൂസ്, നത്തിങ് വിൽ ഹാപ്പൻ, ദാറ്റ് ഇസ് നോട്ട് ഹാർംഫുൾ. അടുത്തത് ബ്ലഡ് കൊളസ്ട്രോൾ. ഇപ്പൊ ബ്ലഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അഗൈൻ ലോട്ട് ഓഫ് പീപ്പിൾ ഗോ ടു ദ ലാബ് ആൻഡ് സേ എന്റെ കൊളസ്ട്രോൾ എന്ന് നോക്കാവോ, ആൻഡ് മോസ്റ്റ് ഓഫ് ദ ലാബ്സ് ഡു ഓൺലി വൺ ടെസ്റ്റ്, ദാറ്റ് ഇസ് കോൾഡ് ടോട്ടൽ കൊളസ്ട്രോൾ. അതിൽ ഞങ്ങൾക്ക് നോട്ടമേ ഇല്ല. ടോട്ടൽ കൊളസ്ട്രോൾ ഇസ് ദ ലീസ്റ്റ് ഓഫ് അവർ വറീസ്. ഞങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത് LDL, HDL, ട്രൈഗ്ലിസറൈഡ്, ഇതെല്ലാം കൊളസ്ട്രോളിൽ വരുന്ന സാധനങ്ങളാണ്. പിന്നെ ഒന്ന് മനസ്സിലാകേണ്ടത്, നമ്മുടെ കൊളസ്ട്രോൾ, ശരീരത്തിൽ കൊളസ്ട്രോൾ ജീവിതത്തിന് അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. കൊളസ്ട്രോൾ ഇല്ലാതെ ജീവിക്കാൻ ഒക്കത്തില്ല. 80% പ്രൊഡക്ഷൻ കൊളസ്ട്രോൾ നമ്മുടെ കരളാണ് ഉണ്ടാക്കുന്നത്. 20% ഡയറ്റിൽ നിന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും എണ്ണയില്ലാതെയും ഒട്ടും കഴിച്ചിട്ടും ഒരു കാര്യമില്ല. അത്യാവശ്യം യു ക്യാൻ യൂസ്. കൂടുതൽ കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഈ കോമൺ ആയിട്ട് നമ്മുടെ ഇതില് ഫെമീലിയൽ ഹൈപ്പർലിപ്പിഡീമിയ എന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ 80% ലിവറിന്റെ പ്രൊഡക്ഷൻ കാരണം, ലിവറിൽ ഒരു എൻസൈമിന്റെ കുറവ് കാരണം കൊളസ്ട്രോൾ കൂടി നിൽക്കും. അപ്പോൾ അങ്ങനത്തുള്ള ആൾക്കാർക്ക് ഈ ഫാമിലീസിൽ ഇങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാവും. ഇറ്റ് ഇസ് വെരി കോമൺ. 1 in 500 പീപ്പിൾ ഇത് ഉണ്ടെന്നാണ്. സോ ഇറ്റ് ഇസ് വെരി കോമൺ കണ്ടീഷൻ. അങ്ങനത്തുള്ള ആൾക്കാർക്ക് ആഹാരം വെച്ച് മാത്രം കുറയ്ക്കാൻ ഒക്കത്തില്ല. അവർ റിസ്ക് ഹൈ ആണെങ്കിൽ മരുന്ന് കഴിക്കേണ്ടി വരും. മൂന്നാമത്തെ കാര്യം, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിനു ശേഷം മിക്കവാറുള്ള ആൾക്കാരുടെ ഇത് 1 മാസം കഴിഞ്ഞ് മരുന്ന് കഴിച്ചിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നോർമൽ ആണെങ്കിൽ പിന്നെ മരുന്ന് ഒന്ന് നിർത്തിയേക്കും, അല്ലെങ്കിൽ ഇത്രയും മരുന്ന് കഴിക്കണം എന്ന് ചോദിക്കും. ഒരു ബ്ലോക്ക് ഉണ്ടാകാൻ 10 തൊട്ട് 20 വർഷം എടുക്കും. 1 മാസം കൊളസ്ട്രോൾ കുറയുന്നതുകൊണ്ട് ആ ബ്ലോക്കിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് മരുന്ന് പെട്ടെന്ന് നിർത്തരുത്. യു ഹാവ് ടു ടേക്ക് ദ മെഡിസിൻ ഫോർ ഈക്വലി ലോങ് പീരീഡ് ഓഫ് ടൈം. നിങ്ങൾക്ക് ബ്ലഡിലെ കൊളസ്ട്രോൾ അല്ല ചികിത്സിക്കുന്നത്, നിങ്ങളുടെ രക്തക്കുഴലിനകത്തുള്ള കൊളസ്ട്രോൾ ആണ് ചികിത്സിക്കുന്നത്. അപ്പൊ അത് കുറയാൻ ലോ കൊളസ്ട്രോൾ ഒരു 10-20 വർഷം ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം വരത്തുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഡു നോട്ട് സ്റ്റോപ്പ് മെഡിസിൻ ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ്. പിന്നെ ഉള്ളത് ഈ ഫെമിലിയൽ ഹൈപ്പർലിപ്പിഡീമിയ, ഞാൻ പറഞ്ഞായിരുന്നു, ഇറ്റ് ഇസ് മച്ച് മോർ കോമൺ ദാറ്റ് യു തിങ്ക് ഇറ്റ് ഇസ്. 1 in 500 പീപ്പിൾ. ഇപ്പൊ ഇതിനകത്ത് റെക്കമെൻഡഡ് ലെവൽസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും മോശമായിട്ടുള്ളതാണ് LDL. LDL എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേറെ റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ LDL ലെവൽ 100-ൽ താഴെ നിൽക്കണം. നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ 70-ൽ താഴെ നിൽക്കണം. നിങ്ങൾ ഹാർട്ട് ഡിസീസും ഡയബറ്റീസും കൊണ്ടുണ്ടെങ്കിൽ 50-ൽ താഴെ ആയിരിക്കണം. ഇതാണ് നിങ്ങളുടെ LDL ടാർഗറ്റ്. ട്രൈഗ്ലിസറൈഡ് ടാർഗറ്റ് 150 ആണ് എല്ലാവർക്കും. സോ ദിസ് ഇസ് യുവർ ടാർഗറ്റ്, 150 triglyceride, and LDL less than 70 or less than 50 whether you have diabetes or no diabetes. HDL is a good cholesterol. അത് കൂടുന്തോറും നമുക്ക് പ്രൊട്ടക്ഷൻ ആണ് ഹാർട്ടിന്. അപ്പോൾ അതില് 50 എന്ന് പറയുന്ന സാധനം ആണുങ്ങൾക്കും 60 എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. മോർ ദ ബെറ്റർ. പക്ഷെ എല്ലാവർക്കും എളുപ്പമുള്ള വഴിയൊന്നുമില്ല. ഇതില് എല്ലാവരും ഗുളിക കഴിക്കാനാണ് ഏറ്റവും താല്പര്യം. ഇതിന് മരുന്നൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് ഇല്ല, ഇതിന് മരുന്നില്ല, എക്സസൈസ് മാത്രമേ മാർഗമുള്ളൂ. അതുകൊണ്ട് എക്സസൈസ് ചെയ്താൽ കൂടാനുള്ള സാധ്യത ഉണ്ട്, മരുന്നില്ല. പിന്നെ ബോഡി വെയിറ്റ്. ബോഡി വെയിറ്റ് ഇസ് എ കോമൺ സാധനം. BMI എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ നോക്കുന്നത്. BMI ക്യാൻ ബി ലിറ്റിൽ മിസ്ലീഡിങ്. BMI എന്ന് പറയുന്ന സാധനം നമ്മുടെ മസിൽ മാസും എല്ലാം കൂടെ ചേർത്ത്, അപ്പോൾ
Arnold Schwarzenegger, for example, അങ്ങനെ peak time നോക്കുവാണെങ്കിൽ BMI will be obese category. But he's mainly made of muscle. BMI മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഈ ലെഫ്റ്റിൽ കാണുന്ന numbers are what the WHO says for other people, for Caucasians എന്ന് പറയും, Americans, white people. Asians ഇപ്പുറത്ത് കാണുന്ന നമ്പറാണ്, റെഡിൽ കാണുന്നത്. നമുക്കൊക്കെ ഒബീസ് എന്ന് പറയുന്നത് BMI 28 കൂടുമ്പോഴാണ്, അല്ലാതെ മറ്റവരെ പോലെ 30 പോലെ അല്ല. അതുപോലെ ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 23 to 27.5 ആണ്, മറ്റവർക്ക് 25 to 20.30 വരെയാണ്. അതിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഒബേസിറ്റി എന്ന് പറഞ്ഞ കാര്യത്തിനെ തീരുമാനിക്കും. വേസ്റ്റ് സർക്കംഫറൻസ് എന്നാൽ നിങ്ങൾ ബെൽറ്റ് ഇടുന്ന സ്ഥലമല്ല, ഇവിടെ ഏറ്റവും മാക്സിമം ഗർത്ത് ഉള്ള സ്ഥലത്ത്. ആണുങ്ങൾക്ക് 102 സെന്റിമീറ്ററും പെണ്ണുങ്ങൾക്ക് 88 സെന്റിമീറ്ററുമാണ് WHO പറഞ്ഞിരിക്കുന്നത് ഫോർ ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഫോർ ഏഷ്യൻസ് ആണുങ്ങൾക്ക് 94ഉം പെണ്ണുങ്ങൾക്ക് 80ഉമാണ് cut off. So if you have more than that at the highest point, then you are having a higher risk of central obesity. The main problem in India and in Kerala is diabetes. One, endra karanam ennu parnal nam South Asians are more genetically prone to get diabetes. സിംറ്റംസ് ആർക്കും ഉണ്ടാകത്തില്ല. എനിക്ക് കൂടുതൽ വിശപ്പുണ്ടാവുമെന്നോ കൂടുതൽ വെള്ളം കുടിക്കണമെന്നോ അങ്ങനത്തെ സിംറ്റംസ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. പിന്നെ ചുമ്മാ ബ്ലഡ് പോയി റാൻഡം ബ്ലഡ് ഷുഗർ നോക്കാൻ ലാബിൽ നോക്കിയാൽ ഒന്നും അറിയത്തുമില്ല. ഡയഗ്നോസ് ചെയ്തെങ്കിൽ ഒന്നെങ്കിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റോ അല്ലെ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്, ഈ 2 ടെസ്റ്റിൽ മാത്രമേ ഡയബറ്റിക് ഡയഗ്നോസ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇതിലൊക്കെ പേടിയുള്ളത് ഇഞ്ചക്ഷൻ എടുത്താൽ അതിന്റെ അർത്ഥം ഡയബറ്റീസ് വളരെ കൂടുതലാണ്. അല്ല, നേരത്തെ അതിന്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇൻസുലിൻ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ കൊടുത്താൽ മാത്രമേ ഡയബറ്റീസ് ചെയ്യാനുള്ളൂ. ദാറ്റ് ഇസ് റോങ് നൗ. നൗ വി നോ ദാറ്റ് ദ ഏർലിയർ വി സ്റ്റാർട്ട് ഇൻസുലിൻ, പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ അത്രയും പ്രിസർവ് ചെയ്യാൻ ഒക്കും. അതുകൊണ്ട് ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് പേടിക്കരുത്. ഇൻസുലിൻ എടുക്കുന്നത് ഡയബറ്റീസിന്റെ കടുപ്പം കൂടിയിട്ടോ ഇല്ല എൻഡ് സ്റ്റേജ് ആണെന്നോ വെച്ച് തീരുമാനിക്കരുത്. Okay. Now, how do you know if you're diabetic? A normal fasting blood sugar 100ൽ താഴെയാണ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് 12 to 14 hours of fast. 100 തൊട്ട് 125 വരെ പ്രീ ഡയബറ്റിസ് എന്ന് പറയും, or implied fasting glucose. Greater than 125 is diabetes. Have I gone off the screen? Okay, no. 2 hour post major meal. ഇപ്പോൾ ലഞ്ച് ആണ് നിങ്ങളുടെ മേജർ മീൽ ആണെങ്കിൽ അതിന്റെ 2 മണിക്കൂർ ശേഷം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ 140ൽ താഴെ ആയിരിക്കണം. അതാണ് നോർമൽ. 140 തൊട്ട് 200 വരെ പ്രീ ഡയബറ്റിസ് ഓർ ഇംപയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. ഗ്രേറ്റർ ദാൻ 200 is diabetes. ഇതാണ് നമ്മൾ സാധാരണ ഒരു GTT എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നതിൽ നോക്കുന്നത്. ഇനിയുള്ളത് അടുത്തത് HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ്. ഇത് 3 മാസത്തിന്റെ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. നിങ്ങൾ ഒരു ദിവസം കൂടുതൽ കഴിക്കുന്നുണ്ടോ കുറച്ച് കഴിക്കുന്നുണ്ടോ ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടാകാറില്ല. നോർമൽ HbA1c 5.7 താഴെയാണ്. 5.7 തൊട്ട് 6.4 വരെ നമ്മൾ പ്രീ ഡയബറ്റിസ് എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 6.5 is diabetes. ഈ പ്രീ ഡയബറ്റിസ് കണ്ടീഷനിൽ നമ്മൾ ചികിത്സിക്കാൻ തുടങ്ങിയാലോ അതിന്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോ ഡയറ്ററി റെസ്ട്രിക്ഷൻ എക്സസൈസ് ഒക്കെ ചെയ്യാൻ റിവേഴ്സിബിൾ ആണ്, നമുക്ക് തിരിച്ച് നോർമലിലോട്ട് വരാനൊക്കും. പക്ഷേ വൺസ് യു ക്രോസ് 6.5 ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഗോ ബാക്ക് ടു നോർമൽ. അപൂർവം ചില ആൾക്കാർക്കേ അത് ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ടായിരുന്നാൽ you may be able to prevent or at least delay. ചില ആൾക്കാർക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ഒക്കത്തില്ല, എസ്പെഷ്യലി ഇഫ് യുവർ genetics is very strong. ഇപ്പോൾ നിങ്ങളുടെ ഫാദർ മദർ എല്ലാവരും ഡയബറ്റിക് ആണെങ്കിൽ your chance of becoming diabetes is definitely about 30 to 40% more than normal people. അങ്ങനെയുള്ള ആൾക്കാർക്ക് maybe we cannot prevent becoming diabetic, but we can delay the onset. ഡയബറ്റീസ് വന്നതിന് ശേഷം 10-15 years ആകുമ്പോൾ മിക്കവാറുള്ള ആൾക്കാർക്ക്
you will start developing target organ damage. ഈ ടാർഗറ്റ് ഓർഗൻ ഡാമേജ് ഏതിലൊക്കെയാണെന്ന് പറഞ്ഞാൽ കണ്ണ്, കിഡ്നി, ഹാർട്ട്, ഞരമ്പ്, കാലിൽ ചെറിയ ചെറിയ രക്തക്കുഴൽ. സോ ഡയബറ്റിസ് അഫക്ട്സ് ഓൾ ഓഫ് ദീസ്. അതുകൊണ്ട് ഈ കോംപ്ലിക്കേഷൻസിനെ ഡിലേ ചെയ്യാനൊക്കും. So that is the main idea of trying to delay diabetic onset. Now, can we reduce our risk? Yes, തീർച്ചയായിട്ടും നമുക്ക് റിസ്ക് കുറയ്ക്കാനൊക്കും. അതിന് ചില കാര്യങ്ങൾ, മരുന്നല്ലാതെ ചില കാര്യങ്ങൾ, മെയിൻ ആയിട്ട് ഡയറ്റ്. ഓക്കെ, ഈ ഡയറ്റിൽ ഈ കാണുന്നൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ ഇതിനകത്ത് എത്ര എണ്ണം കഴിക്കാനൊക്കെ എന്നുള്ളതാണ് ചില ആൾക്കാരുടെ ചോദ്യം. നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ ലെഫ്റ്റിൽ കാണുന്നതാണ്. ഇപ്പോൾ വെയിറ്റ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഡയറ്റിംഗ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് മെയിൻലി എനർജി ഇൻടേക്ക് വേഴ്സസ് എനർജി ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം എനർജി അകത്ത് എടുക്കുന്നുണ്ട്, ആഹാരത്തിൽ എത്രമാത്രം ചെലവാക്കുന്നുണ്ട്. അപ്പോൾ ആഹാരത്തിൽ കണ്ടിരിക്കുന്ന എനർജിനെ കാട്ടി എനർജി എക്സ്പെൻഡിച്ചർ കൂടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. റിവേഴ്സ് ആണെങ്കിൽ വെയിറ്റ് കൂടും. ഈ എനർജി എക്സ്പെൻഡിച്ചറിനകത്ത് എല്ലാം ഉണ്ട്. റെസ്റ്റിംഗ് കാലറീസ്, നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസിക്കാനും നമ്മുടെ ശരീരത്തിന് പ്രവർത്തനത്തിന് വേണ്ടിയും കാലറിയുടെ ആവശ്യമുണ്ട്. പിന്നെ ആക്ടിവിറ്റി, ഡെയിലി ആക്ടിവിറ്റീസിന്, പിന്നെ എക്സസൈസ്. ഈ മൂന്നും കൂടെ ചേർത്താണ് എനർജി എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എനർജി എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ യുവർ എനർജി ഇൻടേക്ക്. എന്നാൽ മാത്രമേ വെയിറ്റ് കുറയത്തുള്ളൂ, കൊളസ്ട്രോൾ കുറയാനുള്ള ചാൻസ് ഉള്ളൂ, ഡയബറ്റീസ് റിസ്ക് കുറയാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ എക്സസൈസ്. ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞാൻ കുറെ നടക്കുന്നുണ്ട് ഡോക്ടറെ, ഞാൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മഞ്ഞ ലൈനാണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്പീഡ്, മറ്റേത് ഹൃദയത്തിന്റെ സ്പീഡാണ്. ഈ മഞ്ഞ ലൈന് ആക്ടിവിറ്റിയിലാണ്. ഞാൻ ഇപ്പോൾ ജോലിയുടെ ഭാഗത്തിൽ നടക്കുന്നത്, ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് നടക്കും, അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യും, പിന്നെ വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്പീഡ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ, ഇതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാകത്തില്ല ഹൃദയത്തിന്. നമുക്ക് എക്സസൈസ്, ഇതാണ് എക്സസൈസ് നോക്കിയാൽ there is a gradual increase, ഒരു sustained high level for at least 20 to 30 minutes and then a gradual decrease. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇത് നല്ലതാണ്, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ഹാർട്ട് എഫക്റ്റീവ്. ഇറ്റ് ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്, ബട്ട് നിങ്ങൾക്ക് ഹാർട്ടിന് എഫക്റ്റീവ് ആയിട്ടുണ്ട് വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ സ്പീഡ് കൂടിയിട്ട് ആ കൂടിയ ഇതിൽ ഒരു 20 മിനിറ്റ് വരെ എങ്കിലും നിർത്തിയിരിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങളത് ഹാർട്ട് ഹെൽത്തി എക്സസൈസ് എന്ന് പറയാറുള്ളൂ. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് മെയിൻലി, എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കാർഡിയാക് റിഹാബിലിറ്റേഷൻ ഓർ പ്രിവെന്റീവ് കാർഡിയോളജി എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ പ്രിവെന്റീവ് കാർഡിയോളജിയിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. പേഷ്യന്റ് അസസ്മെന്റ്, കൗൺസിലിംഗ്, വെയിറ്റ് മാനേജ്മെന്റ്, ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ്, ലിപ്പിഡ് മാനേജ്മെന്റ്, ഡയബറ്റിസ്, ടൊബാക്കോ സെഷൻ, ഓൾ ഓഫ് ദിസ്, എക്സസൈസ് ട്രെയിനിങ്, ഇതെല്ലാം കൂടെ ചേർത്താണ് ഞങ്ങൾ കാർഡിയാക് റിഹാബ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾ ക്ലിനിക്കൽ സ്റ്റാറ്റസ്, ഇൻവെസ്റ്റിഗേഷൻസ്, മെഡിക്കേഷൻ, സൈക്കോളജിക്കൽ സ്റ്റാറ്റസ്, ഫങ്ഷണൽ കപ്പാസിറ്റി ഞങ്ങൾ ട്രെഡ്മിൽ ഇട്ട് നോക്കും, എത്രമാത്രം നിങ്ങളുടെ ഹാർട്ടിന് എക്സസൈസ് ടോളറേറ്റ് ചെയ്യാനൊക്കും. അതനുസരിച്ച് നിങ്ങളുടെ ടാർഗറ്റ് എന്തൊക്കെയാണ്, അതനുസരിച്ച് നിങ്ങൾക്ക് നടക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സസൈസ് വേണ്ടി വരുമോ, സൈക്കിളിൽ വേണ്ടി വരുമോ, ഇല്ല സ്വിമ്മിങ് ആണോ, അതൊക്കെ. പിന്നെ പേഴ്സണൽ ഗോൾസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക് ജോബ് ചെയ്യുന്ന ഒരാൾക്കുള്ള എക്സസൈസും മേസ്ത്രി പണി ചെയ്യുന്ന ഒരാളുടെ എക്സസൈസ് പാറ്റേൺസ് ഒന്നായിരിക്കാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഒത്തിരി കൂടുതലായിട്ടുള്ള എഫർട്ടിന്റെ ആവശ്യമുണ്ട്. ഡെസ്ക് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും എഫർട്ട് ഹാർട്ടിനെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് ചെയ്യുന്ന എക്സസൈസ് തീർച്ചയായിട്ടും എക്സസൈസ് പ്രോഗ്രാം കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് പേഴ്സണൽ ഗോൾസ് അതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഹാബിച്വൽ ആക്ടിവിറ്റിയും കാൽക്കുലേറ്റ് ചെയ്തു. മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് വാട്ട് യു ഷുഡ് നോട്ട് ഡു. ദിസ് ഇസ് എ യൂഷ്വൽ ഹാർട്ട് അറ്റാക്ക് കഴിയുമ്പോൾ ഉള്ളത്, ഡു നോട്ട് ബ്ലെയിം ദ പേഷ്യന്റ്. ഇറ്റ് ഇസ് നോട്ട് ദ പേഷ്യൻസ് ഫോൾട്ട്. നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരൂലായിരുന്നു എന്നൊക്കെ ഉള്ളത്, ഇറ്റ് ഇസ് നോട്ട് ഹിസ് ഫോൾട്ട് ഓർ ഹെർ ഫോൾട്ട്. സോ പേഷ്യൻസ് ആർ ഓൾറെഡി ഡിപ്രസ്ഡ്. ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കാണാം. ആ സമയത്ത് നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അനങ്ങരുത്, നടക്കരുത്, ഇരിക്കരുത് എന്നുള്ള, ഡു നോട്ട് എൻഫോഴ്സ് റെസ്റ്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട്. റെസ്റ്റ് ചില കണ്ടീഷനിൽ, ഇഫ് ഹാർട്ട് ഫെയിലിയർ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് യെസ് തീർച്ചയായിട്ടും നമ്മൾ റെസ്റ്റ് ചെയ്യണം. പക്ഷെ ഡു നോട്ട് എൻഫോഴ്സ് പ്രൊലോങ് റെസ്റ്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. പിന്നെ എന്താ, ഡോക്ടറുടെ പ്രയോറിറ്റിയും പേഷ്യന്റിന്റെ പ്രയോറിറ്റിയും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണും. പേഷ്യന്റിന് അറിയാനുള്ള ചില കാര്യങ്ങളായിരിക്കും അങ്ങേർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓൾവേസ്
ask the patient and the priority ആയിരിക്കണം ഫസ്റ്റ്. നിങ്ങൾക്ക് എന്താ what നിങ്ങളെ ബാധിക്കുന്ന കാര്യം എന്തൊക്കെയാണ്, നിങ്ങൾക്ക് പേടി എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ്. And do not avoid discussing about all these matters that we talked earlier, because heart disease is not something that is easy to manage. അതിൽ കുടുംബത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്, എസ്പെഷ്യലി ആസ് വൈഫ്സ്, ആസ് സിസ്റ്റേഴ്സ്, ആസ് ഡോട്ടേഴ്സ്, as women, because women, acham parnja pole, women control both the belly and the heart of the man. So it is important that women are much more informed about what is the risk factor, idu endu cheyyam endu cheyduda ennullathu women അറിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. അതുകൊണ്ട് I think this is a very good program that Blossom has organized for us, that all the women are educated to about preventing heart disease in their families and their friends. So I will stop with this, because I believe that ningade chodyangalayirikkum it will be more important for me to answer. So I'll be happy to answer any kind of question that you have. Thank you very much, and thank you for the church for calling me. Thank you, doctor. Thank you very much for this profound information that you gave us about how to take care of our heart, and it was really revealing many things. ഞങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങൾ മനസ്സിലാക്കാനും ചില കാര്യങ്ങളെ കുറിച്ചുള്ള ചില മിത്സ് ഉണ്ട്, ആ മിത്സ് ഒന്ന് മാറുവാൻ തക്കോണം ഒക്കെയും ഇടയായി തീർന്നു. So thank you.